ഹലോ മീഡിയേഴ്സ്, നമ്മുടെ മരുന്നുകളിൽ ചില രാജാക്കന്മാരുണ്ട്. അതായത് അതിൽ ഫസ്റ്റ് ഞാൻ പറയാം ഡോളോ അന്നും ഇന്നും എന്നും രാജാവ് തന്നെയാണ്. പക്ഷെ എന്നാലും ഇടക്കാലത്ത് വലിയ രാജാവായി മാറിയ ഒരാളുണ്ട്. അതായത് എവിയോൺ 400. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു പച്ച ഗുളിക ഇങ്ങനെ അത് നിങ്ങൾ കുത്തിപ്പൊട്ടിച്ച് എന്താ പറയുക, കണ്ണിൻ്റെ താഴെയൊക്കെ തേക്കും, ഫേസിലൊക്കെ തേക്കും, കറുപ്പ് പോവും, പിന്നെ തലയിൽ തേച്ചാൽ മുടി വളരും, പിന്നെ ബ്യൂട്ടി സംഭവങ്ങളിലൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും. തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരു 2 വർഷം മുമ്പ് വരെയൊക്കെ ഈ എവിയോൺ 400 ഒരു രാജാവ് തന്നെ ആയിരുന്നു. എൻ്റെ ദൈവമേ! അപ്പം ഞാൻ വന്ന് പറഞ്ഞു, മര്യാദയ്ക്ക് പറഞ്ഞു, ഇത് മരുന്നാണ്, ഇത് ഉള്ളിൽ കഴിക്കുന്ന മരുന്നാണ്, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് ഇത്ര നാൾ ഡ്യൂറേഷനിൽ കഴിക്കുന്ന മരുന്നാണെന്നൊക്കെ ഞാൻ വന്ന് പറഞ്ഞു. ആ വീഡിയോയൊക്കെ നിങ്ങളൊക്കെ കണ്ടതാണ്, കാണാത്ത ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരുപാട് പിന്നെ എന്താ പറയുക, നെഗറ്റീവൊക്കെ കമൻസൊക്കെ വന്നു. ഈ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെയാണ് കൂടുതൽ അതിൽ നെഗറ്റീവ് കമൻറ്റൊക്കെ ചെയ്തത്. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞതാണ് ശരി, അത് മരുന്ന് തന്നെയാണ്, ഉള്ളി കഴിക്കുന്ന മരുന്നാണ്, അല്ലാതെ ഇതുപോലെ കുത്തിപ്പൊട്ടിച്ച് യൂസ് ചെയ്യുന്ന മരുന്നുകളൊന്നും അല്ല, അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ശരി. പക്ഷേ ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് എന്താണെന്നറിയില്ല, ഇത് അതുപോലെ ആരും അധികം യൂസ് ചെയ്യലില്ല. കാര്യം എന്ന് വെച്ചാൽ ബോധം വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. കാര്യം ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും അത് മരുന്ന് തന്നെയാണ്. അപ്പോൾ അതേപോലെ അല്ല, ഇപ്പോൾ സപ്ലിമെൻറ്റ്സുകൾ കഴിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ദിനം പ്രതി ഈ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കുഴപ്പമില്ല, സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവുകൾ ഉണ്ടാവാം. അപ്പോൾ അതേപോലെ രാജാവായി നിൽക്കുന്ന കുറച്ച് മരുന്നുകളുണ്ട്. മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ്, വൈറ്റമിൻ B12. അപ്പോൾ ഇവർ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഡിമാൻഡ് ഏറി വരികയാണ്. അപ്പോൾ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ഭയങ്കര ഇതാവുകയാണ്. കാര്യം നല്ല ഉറക്കം നല്ല പോലെ കിട്ടും, അതുപോലെ തന്നെ മസിൽ റിലാക്സൻസ് ഒക്കെയാണ്, ഭയങ്കര സംഭവമൊക്കെയാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇത് സ്വന്തമായിട്ട് വാങ്ങിക്കഴിക്കുന്ന ധാരാളം പേരുണ്ട്. അതുപോലെ വൈറ്റമിൻ B12 അതുപോലെ തന്നെയാണ് വാങ്ങിക്കഴിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല. പക്ഷേ അതിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മറ്റെന്തെങ്കിലും അസുഖത്തിന് മരുന്നുകൾ കഴിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ, കിഡ്നി ഫെയിലുവർ, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സുകൾ സ്വന്തമായിട്ട് എടുത്താൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ, ഇനി അസുഖം ഉള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ ശുപാർശ പ്രകാരം എടുക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. ഇതൊരു ഫാർമസിസ്റ്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം, അല്ലെങ്കിൽ കേൾക്കാതിരിക്കും.